നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എഫെസ്യർക്കെതിരെ ലേഖനം അതിൻ്റെ 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ കണ്ടു. അതിൻ്റെ തുടർച്ചയാണ് ഇന്ന് ചിന്തിക്കുന്നത്. ജസ്റ്റ് ഒരു റീക്യാപ്പ് നടത്തിയിട്ട് നമുക്ക് ഇന്നത്തെ ചിന്തയിലേക്ക് കടക്കാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു വലിയ ഒരു പ്രബോധനത്തോടുകൂടി തന്നെയാണ്. നാം എല്ലാവരും പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിക്കുക. അതുകൊണ്ട് അപ്പം നമ്മളത് കണ്ടു. പ്രധാനമായിട്ടും ദൈവത്തെ അനുകരിക്കുന്നത് നമ്മളിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്ന 2 രീതിയിലാണ്. അതാണ് നമ്മൾ 4-ാം അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കണ്ടത്. നാം ക്രിസ്തു നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിക്കുക. സോ ദൈവം നമ്മളോട് ക്ഷമിച്ചത് എങ്ങനെയാണോ അതനുകരിക്കാൻ, പ്രിയ മക്കൾ എന്ന പോലെ അതനുകരിക്കാൻ നമ്മളോട് ആവശ്യപ്പെട്ടു. രണ്ടാമതായിട്ട് നമ്മൾ ഈ 1-ാം അധ്യായത്തിൽ 5-ൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 2-ാമത്തെ വാക്യത്തിൽ രണ്ടാമത്തെ ഒരു ക്യാരക്ടർ, അതായത് എങ്ങനെയൊക്കെയാണ് ദൈവത്തെ അനുകരിക്കേണ്ടത്. ഒന്ന്, ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ, അല്ലെങ്കിൽ കർത്താവ് നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം ജസ്റ്റ് ആസ് ഗോഡ് ഇൻ ക്രൈസ്റ്റ്, ദൈവം ക്രിസ്തുവിൽ നമ്മളോട് ക്ഷമിച്ചതുപോലെ നാം ക്ഷമിക്കുക. അതാണ് 1-ാമത്തെ രീതി, ദൈവത്തെ അനുകരിക്കുക എന്നുള്ളത്. അപ്പം നമ്മളൊന്ന് ആലോചിച്ചോണം, അതൊരു വലിയ പ്രിവിലേജ് ആയിട്ട് ഇന്ന് ദൈവമക്കൾ കാണേണ്ട ഒരു കാര്യമാണ്. കാരണം എന്തായാലും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, അത് കുടുംബത്തിലായിരിക്കാം, അല്ലെങ്കിൽ സഭയിലായിരിക്കാം, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിലായിരിക്കാം, അവിടെ എല്ലായിടങ്ങളിലും നമ്മൾ ക്ഷമിക്കേണ്ട സിറ്റുവേഷൻസ് ഉണ്ടാകാതിരിക്കത്തില്ല. എല്ലാ ദിവസവും ഒരു വിഷയം ഉണ്ടായിരിക്കും. ഇവിടെ എല്ലാം ദൈവം നമ്മളോട് പറഞ്ഞത് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മളോട് ക്ഷമിച്ചതുപോലെ ക്ഷമിക്കുക. ഇനിയും 5-ൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടു എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു രീതിയിൽ എങ്ങനെ ദൈവത്തെ അനുകരിക്കാൻ പറ്റും. അതായത് 2-ാമത്തെ രീതി ഇവിടെ നമ്മൾ വായിച്ചു. 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, സ്നേഹത്തിൽ നടക്കുക. എങ്ങനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്? ക്രിസ്തു യേശു നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുക. സോ വാക്ക് ഇൻ ലവ് ജസ്റ്റ് ആസ് ക്രൈസ്റ്റ് ആൾസോ ലവ്ഡ് യു. അപ്പോൾ നമ്മൾ കണ്ടു, ആ ഒരു സ്നേഹത്തിന് ഒരു വലിയ വില കൊടുക്കേണ്ടതായിട്ട് വന്നു. ക്രിസ്തു യേശു ഈ ഭൂമിയിൽ വന്ന് അവൻ നമ്മളെ സ്നേഹിച്ചത് തൻ്റെ കൊടുത്താണ്, സ്വന്തമായിട്ട് തന്നെത്താൻ കൊടുത്താണ്. ആൻഡ് ഗേവ് ഹിംസെൽഫ് അപ്പ് ഫോർ അസ്. നമുക്ക് വേണ്ടി അവനെ നൽകപ്പെട്ടു ആസ് എൻ ഓഫറിങ് ആൻഡ് എ സാക്രിഫൈസ് ടു ഗോഡ്. സോ ആ സെൽഫ് ഡിനായ് ചെയ്ത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരാളെ സ്നേഹിക്കാതിരിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ടാവും, നമുക്ക് വ്യക്തിപരമായ കാരണങ്ങൾ. പക്ഷേ നമുക്ക് കർത്താവിൻ്റെ ക്രൂശിൽ ഇതിനെല്ലാം പരിഹാരമുള്ളതുകൊണ്ട് നമുക്കൊരു റീസണും ദൈവസന്നിധി പറയാനായിട്ട് ഇല്ല നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാൻ. ആ വ്യക്തി നമ്മളോട് ഒരുപാട് ഹേർട്ട് ചെയ്ത് കാണും, പക്ഷേ കർത്താവ് പറഞ്ഞത് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കാനാണ്. ക്ഷമിക്കുക, സ്നേഹിക്കുക, രണ്ടും ദൈവം ചെയ്തതുപോലെ ചെയ്യാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടത്. കർത്താവ് നമ്മളോട് എങ്ങനെ സ്നേഹിച്ചത്? സ്വന്തം ജീവനെ കൊടുത്ത് സ്വയത്തെ ത്യജിച്ച്, ഗേവ് ഹിംസെൽഫ്, ആ സ്വയത്തിൻ്റെ സ്വന്തം ഇഷ്ടങ്ങളെല്ലാം വേണ്ടാന്ന് വെച്ച് ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അങ്ങനെയാണ് ഹി ലവ്ഡ് us. അതുപോലെ നമ്മളിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ആ സെൽഫ് ഡിനായലോടുകൂടി തന്നെ നിന്നുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്നേഹിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇനി 3-ാം വാക്യത്തിൽ നമ്മൾ അങ്ങനെയാണ് 3-ാം വാക്യത്തിൽ വെച്ചാണ് നിർത്തിയത്. അപ്പം 3-ാം വാക്യത്തിൽ തുടർന്ന്, അതായത് നിങ്ങൾ ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ഗാഡ് എന്ന് പറഞ്ഞിട്ട് ഈ ദൈവത്തെ അനുകരിക്കുന്ന ഓരോരുത്തരിൽ നിന്നും ദൈവം പ്രതീക്ഷിക്കുന്ന ചില സ്വഭാവങ്ങൾ, ചിലത് നമ്മളിൽ നിന്ന് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങൾ. അതിനകത്ത് നമ്പർ 1 പ്രബോധനം തന്നിരിക്കുന്നത് 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, നമ്മൾ കണ്ടു ദുർനടപ്പ്, അശുദ്ധി, അത്യാഗ്രഹം. അപ്പോൾ ഈ ദുർനടപ്പും അശുദ്ധിയും, അതായത് ഇമ്മൊറാലിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, ഇത് രണ്ടും ലൈംഗികമായിട്ടുള്ള പാപമാണ്, സെക്ഷുവൽ സിൻസ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ നിയമകാലം മുതലേ ഈ സെക്ഷുവൽ സിൻസ് വളരെ വളരെ ഗൗരവമേറിയ ഒരു പാപമാണ്. അത് ഫിസിക്കൽ അഡൾട്ടറി ആണെങ്കിലും കൊള്ളാം, ഫിസിക്കൽ വ്യഭിചാരം എന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാണുന്ന ഫിസിക്കലായിട്ടുള്ള വ്യഭിചാരം ആണെങ്കിലും അവിശ്വസ്തതയാണെങ്കിലും, അതുപോലെ സ്പിരിച്വൽ അഡൾട്ടറിയും സ്പിരിച്വൽ
ആയിട്ട് ആത്മീയമായിട്ടുള്ള വ്യഭിചാരത്തെ ദൈവം ഒരുപോലെ തന്നെയാണ് കാണുന്നത്. അപ്പം ഇവിടെ നമ്മൾ കണ്ടു ഈ രണ്ട് കാര്യങ്ങൾ, അതായത് ശുദ്ധിയും ദുർനടപ്പും, സെക്ഷൽ ഇമ്മോറാലിറ്റി ആൻഡ് ഇംപ്യൂരിറ്റി, അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർത്തിരിക്കുകയാണ് ഗ്രീഡ്, ദ്രവ്യാഗ്രഹം. അപ്പോൾ ഈ ദ്രവ്യാഗ്രഹത്തെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട് എംഫസൈസ് ചെയ്തൊരു പോയിൻ്റ് അതാണ്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ വിശ്വാസികൾ ആയതുകൊണ്ട്, ഇന്ന് കർത്താവിനെ നമ്മൾ സ്നേഹിക്കുന്നതുകൊണ്ടും കർത്താവിൻ്റെ വചനം അറിയാവുന്നതുകൊണ്ടും നമുക്കിന്ന് പലപ്പോഴായിട്ട് നമ്മൾ ഈ ദൈവവചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇന്ന് നമ്മളൊക്കെ കുറച്ചുകൂടെ കർത്താവിൽ വളർന്നതുകൊണ്ട് ലൈംഗിക പാപത്തിൽ നിന്നൊക്കെ മെച്യൂർഡ് ആകുന്നതിനനുസരിച്ച് നമ്മളതിൽ നിന്നൊക്കെ ഒരുപാട് രക്ഷപ്പെട്ടവരായിരിക്കും. പക്ഷെ അതിനും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു പക്ഷേ പ്രത്യേകിച്ചും 18 ഇയേഴ്സ് 18+ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇന്നും സ്ട്രഗിൾ ചെയ്യുന്ന കുറേ ഏരിയാസ് കാണും. ബട്ട് സ്റ്റിൽ അവർക്ക് അതിനെക്കുറിച്ചൊരു അവെയർനെസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതൊക്കെ ആണെങ്കിലും നമ്മൾ ഈ ദ്രവ്യാഗ്രഹത്തെ ഈ കാറ്റഗറി കൂട്ടാറില്ല. നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് എഫെസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ കണ്ടു. അവിടെയും നമ്മൾ കണ്ടു ഈ സെക്ഷൽ ഇമ്മോറാലിറ്റി പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു ഗ്രീഡ്, അതായത് ദ്രവ്യാഗ്രഹം. എവിടൊക്കെ സെക്ഷൽ ഇമ്മോറാലിറ്റി അല്ലെങ്കിൽ ലൈംഗിക പാപത്തെക്കുറിച്ച് പറയുന്ന ലിസ്റ്റിനകത്ത് കാണുന്ന ഒരു കാഴ്ചയാണ് ദ്രവ്യാഗ്രഹം. അതുപോലെ തന്നെയാണ് നമ്മൾ കൊലോസ്യർക്കെഴുതിയ ലേഖനത്തിലും നമുക്ക് വേണമെങ്കിൽ അതൊന്ന് വായിക്കാം. 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിലും കൂടെ ഒന്ന് വായിക്കുമ്പോൾ, ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹ ആരാധനയായ അത്യാഗ്രഹം, ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിക്കുകയും. എന്താ നോക്കിക്കേ, ഇവിടെയും ഈ സെക്ഷൽ സിൻസിൻ്റെ കൂട്ടത്തിലാണ് അപ്പം ഈ ദ്രവ്യാഗ്രഹത്തെ കാണുന്നത്. അപ്പം ഞാൻ എന്താ പറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് വെച്ചാൽ, ദ്രവ്യാഗ്രഹത്തെ, പണത്തോടുള്ള കൊതി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉണ്ടാവുന്നതാണ്. പണം നമ്മളെ ഒരിക്കലും ഭരിക്കാൻ നമ്മൾ അനുവദിക്കരുത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡൻസ് ആണ്. നമുക്ക് ദൈവത്തിൻ്റെ സ്ഥാനത്ത് മണിയെ കാണുക. അപ്പം എല്ലാവരും ജനറലായിട്ട് പറയുന്ന ഒരു കാര്യം ചോദിച്ചാൽ എല്ലാവരും പറയും ഞങ്ങളാരും പണത്തെ സ്നേഹിക്കുന്നില്ല എന്ന്. എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? പണത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കാതെ നമ്മുടെ സമ്പത്തിലും പണത്തിലുമാണ് ആശ്രയിക്കുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മൾ ദൈവത്തിനേക്കാൾ കൂടുതൽ പണത്തെ സ്നേഹിക്കുന്നവരാണ്. ആ പണം നമ്മുടെ വിഗ്രഹമാണ്. ഒരുപക്ഷെ നമുക്കൊരു സാമ്പത്തിക നഷ്ടങ്ങളും കാര്യങ്ങളും ഒക്കെ വന്നാൽ അത് നമ്മളെ ഏറെ ദുഃഖിപ്പിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു സംശയം വേണ്ട, നമ്മുടെ ഉള്ളിൽ ദ്രവ്യത്തെക്കുറിച്ചുള്ള സ്നേഹം കൂടുതൽ. എന്ന് പറഞ്ഞ് ഇറസ്പോൺസിബിൾ ആകണമെന്നല്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒരബദ്ധം പറ്റി നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ നഷ്ടപ്പെട്ടു പോയെങ്കിൽ അത് കാഷ്വലായിട്ട് അതിനെ കണ്ട് സാരമില്ല, അത് ഇറസ്പോൺസിബിലിറ്റിയാണ്. ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അങ്ങനെ ഒരു അവസരം വരുമ്പം പ്രാർത്ഥിക്കുക, കർത്താവെ നല്ല രീതിയിൽ ഇനി മുതൽ ദൈവം തന്നേക്കുന്ന സമ്പത്ത് വിനിയോഗിക്കാൻ എന്നെ സഹായിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ എൻ്റെ ബുദ്ധിയില്ലായ്മ കൊണ്ടും എൻ്റെ സൂക്ഷ്മതയില്ലായ്മ കൊണ്ടും എനിക്ക് കുറച്ച് നഷ്ടങ്ങൾ പറ്റി. നമ്മളവിടെ റെസ്പോൺസിബിൾ ആകണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അതൊരിക്കലും നമ്മൾ ദുഃഖത്തിലാഴ്ത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ ലോകത്തിലെ ആ പണത്തെക്കുറിച്ച് ദൈവം പറഞ്ഞേക്കുന്നത് ഇറ്റ് ഈസ് എൻ അൺറൈച്ചസ് മാമൻ. അപ്പം നമ്മൾ ആ ഒരു ബോധമാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇത് നമുക്ക് ആ പണത്തോടുള്ള സ്നേഹമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ ഹൃദയ പരിശോധനയിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഓർക്കുക, അത് വളരെ സീരിയസ് ആയിട്ടുള്ള സിന്നാണ്. ഇറ്റ്സ് സെയിം ആസ് സെക്ഷുവൽ ഇമ്മോറാലിറ്റി. സെക്ഷുവൽ ഇമ്മോറാലിറ്റിയെ, ലൈംഗിക പാപത്തെ ദൈവം എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ കാണുന്ന ഒരു പാപമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കർത്താവ് തന്നെ ക്ലിയറായിട്ട് പറഞ്ഞേക്കാണ്, സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഒരു കാര്യം എന്താണ്? പണം ഉള്ളതല്ല, പണത്തെ സ്നേഹിക്കുന്നത് കൊണ്ട് പണത്തെ വിട്ടുകളയാൻ പറ്റാത്ത അവസ്ഥ. നമുക്ക് ആ ധനവാനോട് ചോദിച്ചപ്പോൾ വേറൊന്നുമല്ല ചോദിച്ചത്, കർത്താവിനെ അനുഗമിക്കുന്നതിൻ്റെ കാര്യത്തിൽ കർത്താവ് ഒരു കാര്യം പറഞ്ഞു, നിൻ്റെ പണം മാറ്റി വെക്കാൻ പറഞ്ഞപ്പോൾ അയാൾക്ക് അതിദുഃഖിതനായി എന്നാണ് നമ്മൾ വായിച്ചത്. അധിക സമ്പത്തുള്ളതുകൊണ്ട് താൻ ദുഃഖിതനായി മടങ്ങിപ്പോയി എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ടാണ് കർത്താവ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ ഇതൊരു ഐഡലേറ്ററി, ഇതൊരു വിഗ്രഹമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മളിത് മാറണം. നമ്മൾ പ്രാർത്ഥനാപൂർവം ആ ഒരു കാര്യത്തിൽ നിന്ന് വിമുക്തരാകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമുക്കിന്ന് 4-ാമത്തെ വാക്യത്തിലേക്ക് കടക്കാം.
അങ്ങനെ ആകുന്നു വിശുദ്ധന്മാർക്ക് ഉചിതം. ഇപ്പം ഈ പറഞ്ഞ കാര്യം ഇത് വിശുദ്ധന്മാർക്ക് ഏറ്റവും ഉചിതമായ കാര്യം. ദിസ് ഈസ് പ്രോപ്പർ എമംഗ് സെയിൻറ്റ്സ്. അപ്പം മാത്രമല്ല അവിടെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു, നോട്ട് ഈവൻ ബി നെയിംഡ് എമംഗ് യു. അപ്പോൾ ഈ വക കാര്യങ്ങൾ, സെക്ഷൽ മൊറാലിറ്റി അല്ലെങ്കിൽ ഗ്രീഡ്, ഈ കാര്യമൊന്നും നമ്മുടെ ഇടയിൽ ഒരു ഡിസ്കഷൻ പോലും ആകരുത്. അതിനെക്കുറിച്ചാണ് അടുത്ത വചനത്തിൽ വിവരിച്ചിരിക്കുന്നത്, നമ്മുടെ ഡിസ്കഷൻസിൻ്റെ പ്രശ്നങ്ങൾ. അപ്പം നമുക്ക് നോക്കാം. 4-ാം വാക്യം വീണ്ടും ഇങ്ങനെ പറയുന്നു, ആകുന്നു ഉചിതം. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ഇങ്ങനെ ചേർച്ചയല്ലാത്തവ ഒന്നും അരുത്, സ്തോത്രമത്രേ വേണ്ടത്. വീണ്ടും വിശുദ്ധന്മാർക്ക് ചേർച്ചയല്ലാത്ത ഒരു ലിസ്റ്റ് അവിടെ തന്നിരിക്കുകയാണ്. നമുക്കത് ഓരോന്നെടുത്ത് ഇംഗ്ലീഷിലൊന്ന് വായിക്കാം. ദർ മസ്റ്റ് ബി നോ ഫിൽത്തിനെസ്. ഇംഗ്ലീഷിൽ പറയുന്നത് ദർ മസ്റ്റ് ബി നോ ഫിൽത്തിനെസ്. ഫിൽത്തിനെസ് എന്ന് പറഞ്ഞാൽ ഡേർട്ടി കോൺവെർസേഷൻസ്, അതായത് ഒട്ടും മോശമായിട്ടുള്ള പദപ്രയോഗങ്ങളും മോശമായിട്ടുള്ള കാര്യത്തെക്കുറിച്ചുള്ള സംസാരം. അതിനകത്ത് ലൈംഗികത ഏറ്റവും കൂടുതലായിട്ട് വരും. അപ്പം നമ്മുടെ പലപ്പോഴും അവിശ്വാസികളുമായിട്ടുള്ള, നമ്മൾ വിശ്വാസികൾ കൂടി വരുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനത്തെ വർത്തമാനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷെ നമ്മൾ ഫേസ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ അവിശ്വാസികളുമായിട്ടുള്ള പല സന്ദർഭങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ അവർ പഠിക്കാൻ പോകുന്ന സമയത്ത് കൂട്ടുകാർ അവിശ്വാസികളാണ്. അവരുടെ ഇടയിലുള്ള സംസാരങ്ങളൊക്കെ വളരെ ഫിൽത്തി സംസാരങ്ങളായിരിക്കും. അപ്പോൾ ഈ ഫിൽത്തി സംസാരം പറയുന്ന കൂട്ടുകാരിൽ നിന്ന് നമുക്ക് എല്ലായ്പ്പോഴും മാറി നിൽക്കാനൊന്നും പറ്റുന്നില്ല. ചിലപ്പോൾ അവരുടെ കൂടെ ഒരുമിച്ച് ജോലി ചെയ്യേണ്ടവരാകും, ഒരുമിച്ചിരുന്ന് പഠിക്കേണ്ടവരാകും. അപ്പോൾ ആ ഒരേ ക്ലാസ്സിലും അല്ലെങ്കിൽ ഒരേ സ്ഥാപനത്തിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് അവരിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഇങ്ങനത്തെ ഫിൽത്തി വാക്കുകൾ പറയുമ്പോൾ നമ്മുടെ റെസ്പോൺസ് എങ്ങനെയായിരിക്കണം? നമ്മൾ മിണ്ടാതെ ഇരിക്കുക, നമ്മൾ അതിനെക്കുറിച്ച് തിരിച്ച് സംസാരിക്കുക, അതിൽ രസിക്കുകയോ ചെയ്യരുതെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ വായിച്ചു, ദർ മസ്റ്റ് ബി നോ ഫിൽത്തിനെസ് ആൻഡ് സില്ലി ടോക്ക്. ദൈവത്തിൻ്റെ നാമത്തെ ദുഷിപ്പിക്കുന്ന ഒരു സംസാരങ്ങളും നമ്മളിൽ നിന്നുണ്ടാവരുത്. അതായത് പലപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മൾ മെസ്സേജസൊക്കെ അയക്കുമ്പോൾ കാഷ്വലായിട്ട് നമ്മൾ അയക്കുന്നതിന് മുമ്പ് ഓർക്കുക, ഇത് കർത്താവിൻ്റെ നാമത്തെയൊക്കെ ദുഷിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ സംസാരങ്ങളും നമ്മുടെ അതിനോടുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ വരുന്നതാണ് കോഴ്സ് ജസ്റ്റിംഗ്. കോഴ്സ് ജസ്റ്റിംഗ് എന്ന് പറയുന്നത് വൾഗർ ജോക്കിംഗ് എന്നാണ്. തമാശ പറയുന്നതിന് വിശ്വാസികൾക്കൊരു അതിരുണ്ടാവണം. അതായത് ഒരിക്കലും ഈ വൾഗാരിറ്റിയിലേക്ക് പോകരുത്. വൾഗർ ആയിട്ടുള്ള ഡബിൾ മീനിങ്സ് ഉപയോഗിച്ച് ചീത്ത മാത്രം ഇൻറ്റൻറ്റ് ചെയ്ത്, വൃത്തികേടുകൾ മാത്രം ഇൻറ്റൻറ്റ് ചെയ്ത് സംസാരിക്കുന്ന ജോക്സ് ദൈവം പറയുകയാണ് പാടില്ല എന്ന്. അപ്പം എന്നിട്ട് പറയുകയാണ്, ദർ മസ്റ്റ് നോട്ട് ബി നോ ഫിൽത്തിനെസ്, സില്ലി ടോക്ക് ഓർ കോഴ്സ് ജസ്റ്റിംഗ് വിച്ച് ആർ നോട്ട് ഫിറ്റിംഗ്. അത് നമുക്ക് യോജിച്ചതല്ല. അതിന് പകരം എന്താ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ബട്ട് റാദർ ഗിവിങ് ഓഫ് താങ്ക്സ്. അതിന് നന്ദി കരയറ്റുക. അപ്പോൾ ദൈവം നമുക്ക് നാവിനെ തന്നിരിക്കുന്നത് മറ്റുള്ളവരെ കളിയാക്കാനും മറ്റുള്ളവരെ മോശമായിട്ട് കാണിക്കാനും അയാളെ മോശമായിട്ടുള്ള വർത്തമാനങ്ങൾ പറഞ്ഞ് അയാളെ കളിയാക്കുകയും അയാൾ വൾഗാരിറ്റിയിൽ സംസാരിക്കാനൊന്നുമല്ല, ദൈവത്തിന് നന്ദി കരയറ്റാനാണ്. അപ്പം നമ്മൾ വീണ്ടും ഈ ഒരു വാക്യം വളരെ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ചില ആളുകളെയൊക്കെ കാണാറുണ്ട്, ഇതിൽ നിന്ന് മാറാൻ വേണ്ടി ചുമ്മാ ഇരുന്ന് സ്തോത്രം പറയുമ്പം വേറൊരു പ്രശ്നമുണ്ട്. ബൈബിളിൽ മറ്റൊരു കാര്യം പറയുന്നത്, നമ്മളിൽ നിന്ന് ജൽപ്പനം ചെയ്യരുതെന്നും കർത്താവ് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തുവാണ് ഗിവിങ് ഓഫ് താങ്ക്സ് എന്ന് പറഞ്ഞാൽ? നമുക്കിത് താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. എന്നാലും ഞാനതൊന്ന് വിശദീകരിക്കുകയാണ്. ഹൃദയത്തിൽ എപ്പോഴും നന്ദിയുള്ളവരാണെങ്കിൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് സംസാരിക്കുന്നത്. അപ്പം നമുക്കിവിടെ എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്? നമ്മൾ ഈ പൊട്ടച്ചൊല്ലും അല്ലെങ്കിൽ കളിവാക്കും അല്ലെങ്കിൽ ഡേർട്ടി ജോക്സുകളും വൃത്തികെട്ട വർത്തമാനങ്ങളും ഒക്കെ നമ്മളിൽ നിന്ന് അവോയ്ഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ ഹൃദയമാണ് ശുദ്ധിയാക്കേണ്ടത്. അല്ലാതെ നമ്മൾ കുറച്ച് നിയമം വെച്ച് നമ്മളൊരു ജോലി സ്ഥാപനത്തിൽ ചെന്നിട്ട് നമ്മൾ ആരോടും മിണ്ടാതെ നമ്മുടെ ജോലി മാത്രം ചെയ്ത് ജീവിക്കുന്ന അതൊന്നും ഒരിക്കലും ബിബ്ലിക്കലല്ല. അങ്ങനെ നമ്മൾ നിയമത്തിന് അടിമപ്പെടുകയാണ്. അത് നിയമവാഴ്ചയല്ല, കൃപയുടെ കീഴിൽ ഇരിക്കേണ്ടവരാണ്. കൃപയുടെ കീഴിൽ ഇരിക്കണമെങ്കിൽ
നമ്മൾ ഇതിന് ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിലാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നതേ സംസാരിക്കുകയുള്ളൂ. ദൈവവചനത്താൽ അത് സാച്ചുറേറ്റഡ് ആയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മനസ്സിലാവും. ഒരു ഫിൽത്തി ജോക്സിൻ്റെ മുമ്പിലും കിടന്ന് നമ്മൾ അട്ടഹസിക്കുകയോ ചിരിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പം നമ്മുടെ ജീവിതങ്ങളിൽ നമ്മൾ ഒരുപക്ഷെ നമ്മൾ ഈ നാളുകളിലൊക്കെ ഒരുപക്ഷേ നമ്മളവിടെ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുള്ളായിരിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊന്നുള്ള കൃപ തരണം, സോ ദാറ്റ് ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് സച്ച് തിങ്സ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഇവരുടെ കൂടെ ഒക്കെ നിൽക്കുമ്പോഴും ഐ വോണ്ട് ടു ബി യുവർ ടെസ്റ്റിമണി. അപ്പം അത് അവരെ നമ്മളിൽ വ്യത്യസ്തത മറ്റുള്ളവർക്ക് കാണുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അതാണ് നമ്മൾ 4-ാം വാക്യത്തിൽ വായിക്കുന്നത്. പിന്നെ വീണ്ടും പറയുകയാണ്, വീണ്ടും പറഞ്ഞു, ദുർനടപ്പുകാരൻ, അശുദ്ധൻ, വിഗ്രഹാരാധനയായ ദ്രവ്യാഗ്രഹി, ഇവർക്കാർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ആർക്കൊക്കെ അവകാശമില്ലാത്തത് ക്ലിയറായിട്ട് പറയുകയാണ്. അതായത് ഇമ്മോറൽ പേഴ്സൺ, ദുർനടപ്പുകാരൻ, സെക്ഷുവൽ സെൻസിൽ രസിച്ചു നടക്കുന്നവൻ. സെക്ഷുവൽ സെൻസ് തന്നെയാണ് ഇംപ്യൂരിറ്റി, ഇംപ്യൂർ പേഴ്സൺ. അതുപോലെ ആ കൂട്ടത്തിൽ തന്നെ പറയുന്ന ശ്രദ്ധിക്കുക, വിഗ്രഹ ആരാധിയായ ദ്രവ്യാഗ്രഹി, ഇവർക്ക് ആർക്കും ക്രിസ്തുവിൻ്റെയും ദൈവത്തിൻ്റെയും രാജ്യത്തിൽ അവകാശമില്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നോക്കി, ഈ മേളിൽ പറഞ്ഞേക്കുന്ന കാര്യം, 3-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്ന ആ സിൻസ് എത്ര സീരിയസ് ആണെന്ന് നോക്ക്. ലൈംഗിക പാപം നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം സീരിയസ് ആണ്. അതുപോലെ സീരിയസ് ആയ കാര്യമാണ് ദ്രവ്യാഗ്രഹം. വീണ്ടും 5-ാം വാക്യത്തിൽ എടുത്തു പറയുക, ഇത് ഹാബിറ്റായിരിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി യു ആർ നോട്ട് ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ദൈവരാജ്യം അവകാശമാക്കുന്നില്ല. നോക്ക്, ഇങ്ങനൊരു വചനം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ നമ്മൾ ഈ ദ്രവ്യാഗ്രഹത്തെ താലോലിച്ച് ബലഹീനതയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഇരുന്നാൽ we may be losing the kingdom of God. 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, വ്രതവാക്കുകളാൽ ആരും നിങ്ങളെ ചതിക്കരുത്. ഈ വക നിമിത്തമല്ലോ ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. ഞാനത് ഇംഗ്ലീഷിൽ നമ്മുടെ ആംപ്ലിഫൈഡ് വേർഷനിലുള്ള ഒരു കാര്യം ഞാൻ വായിക്കാം. ലെറ്റ് നോ മാൻ ഡിസീവ് യു വിത്ത് എംപ്റ്റി ആർഗ്യുമെൻറ്റ്. അപ്പോൾ നോക്കിക്കേ, വളരെ സീരിയസ് ആയിട്ടുള്ള 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഇമ്മോറാലിറ്റി, ഇംപ്യൂരിറ്റി, അതായത് ദുർനടപ്പ് അല്ലെങ്കിൽ ലൈംഗിക പാപങ്ങൾ, അതുപോലെ ദ്രവ്യാഗ്രഹം. ഈ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് 6-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആരും നിങ്ങളെ വ്രതവാക്കുകൾ അല്ലെങ്കിൽ എംപ്റ്റി വേർഡ്സ്, ഒരു ശൂന്യമായ വാക്കുകളാൽ നിങ്ങളെ തെറ്റിക്കരുത്. ഫോർ ബിക്കോസ് ഓഫ് ദീസ് തിങ്സ്, ഈ വക മേളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാൽ ദൈവകോപം അനുസരണം കേട്ട മക്കളുടെ മേളിൽ വരുന്നു. എന്താണ് ഈ നിങ്ങൾ തെറ്റിക്കരുതെന്ന് പറഞ്ഞാൽ, ഇന്ന് ഈ ക്രിസ്ത്യാനിറ്റിയിൽ വളരെ ലൂസായിട്ട് കാണുന്ന കുറേ കാര്യങ്ങളാണ്. അതിനകത്ത് ഒരു പാപമാണ് ലൈംഗിക പാപങ്ങൾ. ഉദാഹരണത്തിന് ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവിൻ്റെ വചനമൊക്കെ പലയിടത്തും സുവിശേഷം അറിയിക്കുന്നവരുടെ അവർ വചനമെല്ലാം അറിയിച്ചിട്ട് അവർ എൻ്റർടൈൻഡ് ആകുന്നത് മൊബൈലിലുള്ള മറ്റ് ലൈംഗികമായിട്ടുള്ള ചൊവ്വയുള്ള ഒരുപാട് കാര്യങ്ങൾ കണ്ട് രസിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ ഒരുപാട് പേര് ഇന്ന് ക്രിസ്ത്യൻ ലോകത്തിലുണ്ട്. അവരോട് ഒരു സഹോദരൻ എന്നോട് ഷെയർ ചെയ്താണ്, അവരോട് ഇത് തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ പറഞ്ഞത്, നമ്മളിതൊന്നും ചെയ്യാതിരുന്നാൽ മതി. നോക്ക്, ഇതിനെല്ലാം വേണ്ടി ആ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. എത്ര ലൂസാണ് നോക്ക്. ദൈവം ഇവിടെ ക്ലിയറായിട്ട് പറയുകയാണ്, ഇത് പ്രവർത്തിക്കുന്നവർ സ്വർഗരാജ്യത്തിൽ അവകാശമാകുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ ഡൈല്യൂട്ട് ചെയ്യുന്നെങ്കിൽ അത് ഡിസെപ്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾ പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അതുപോലെ ചേർച്ചയല്ലാത്ത ഒന്നും നമ്മൾ ഇവിടെ ഈ 6-ാം വാക്യത്തിൻ്റെ അർത്ഥം എന്താ? ഒരാൾ പറയാ,
ചീത്തത്തരവും പൊട്ടച്ചൊല്ലും ഒക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. ദൈവം അതൊന്നും നോക്കിയിരിക്കില്ല. അതൊന്നും അല്ല ഇമ്പോർട്ടൻ്റ് എന്ന് പറയുവാണെങ്കിൽ വേർഡ് നമ്മളോട് പറയുകയാണ്, ലെറ്റ് നോ മാൻ ഡിസീവ് യു വിത്ത് എംപ്റ്റി ആർഗ്യുമെൻറ്റ്സ്. എന്നിട്ട് അവർ ബ്രാക്കറ്റിൽ കൊടുത്തേക്കുന്നത്, ഞാൻ ആംപ്ലിഫൈഡ് വേർഷനിലാണ് വായിക്കുന്നത്, ദാറ്റ് എൻകറേജ് യു ടു സിൻ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അപ്പോൾ ദൈവം പറയുകയാണ് ചേർച്ചയല്ലാത്തതാണെന്നും ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറയുമ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് പറയുക അതിനൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എൻ എംപ്റ്റി വേർഡ്. ഇത് നമ്മൾ തിരിച്ചറിയണം. അപ്പം കർത്താവിൻ്റെ വേർഡ് വളരെ സീരിയസ് ആയിട്ട് പറയുന്ന കാര്യത്തെ നമ്മൾ വളരെ ഗൗരവമായിട്ട് എടുത്തേ പറ്റും. കാരണം ഇവിടെ കർത്താവ് പറഞ്ഞ ഈ വക കാര്യങ്ങളൊക്കെയും നമ്മളെ കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ അവകാശം നമുക്ക് ഇല്ലാതായി പോകാൻ ഇടയായിത്തീരും. അതുകൊണ്ട് നമ്മൾ വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ വേണം നമുക്ക് അതിനോട് ചേർന്ന് തന്നെ പറഞ്ഞേക്കുന്നത് നമ്മുടെ സംസാരങ്ങൾ. സോ നമ്മൾ അതിനകത്ത് പാർട്ടേക്കറാകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അത്രയേ ഉള്ളൂ. നമ്മൾ അതിൽ നിന്ന് മാറാൻ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനാവശ്യമായിട്ടുള്ള വാക്കുകളും പൊട്ടച്ചൊല്ലും, അതായത് നമ്മൾ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ ദൈവത്തിൻ്റെ വചനം തന്നെ എടുത്ത് പൊട്ടച്ചൊല്ലും, വചനത്തിനൊരു വാല്യൂവും കൊടുക്കാതെ അസ്ഥാനത്ത് വചനം ഉപയോഗിക്കുന്നു. ഒക്കെ എന്തോ ഒരു പാപമാണെന്ന് ചെയ്യാമോ. ഇതൊക്കെ കർത്താവ് പറയും, ഇതിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ഗിവിങ് താങ്ക്സ് ആണ് നിങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ദൈവം അതാണ് നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുമ്പോൾ വേറൊരു വിഷയം കൂടിയുണ്ട്. ഈ ഒരു കുഴപ്പവുമില്ല, ദൈവമൊന്നും അതൊന്നും ഗൗനിക്കത്തില്ല. നമ്മളിപ്പം പൊട്ടച്ചൊല്ലും കളിവാക്കും ഒന്നും പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവിടെ വേർഡ് പറയുകയാണ്, ആരും നിങ്ങളെ തെറ്റിക്കരുത്. കാരണം ഈ വക കാരണങ്ങളാലാണല്ലോ ദൈവകോപം അനുസരണം കെട്ട മക്കളുടെ മേലിൽ വരുന്നത്. എന്നിട്ട് വീണ്ടും 7ാമത്തെ വാക്യത്തിൽ എന്തോ പറഞ്ഞേക്കുന്നത്, നിങ്ങൾ അവരുടെ കൂട്ടാളികളാകരുത്. Therefore do not be partakers with them. അപ്പം നമുക്കൊരിക്കലും, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ, നമ്മളൊരു ജോലി സ്ഥാപനത്തിലാണെങ്കിൽ ഇവരിൽ നിന്നൊന്നും മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? ഒരു ഡിസ്കഷൻ ഉണ്ടായി, എനിക്ക് കർത്താവിൻ്റെ വേർഡിന് എഗൻസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ, അത് ലൈംഗിക വിഷയങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു വൾഗർ തമാശ ആയിക്കോട്ടെ, അത് എനിക്ക് ചിരിക്കാതിരിക്കാം, എനിക്കതിനോട് ചേർന്ന് തിരിച്ച് സംസാരിക്കാതിരിക്കാം, എനിക്ക് ആ ഡിസ്കഷനിൽ നിന്ന് വിട്ടു നിൽക്കാൻ സാധിക്കും. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ദൈവം ഡു നോട്ട് ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദാറ്റ് എന്ന് പറയുമ്പോൾ അത് വളരെ സീരിയസ് ആയിട്ട് കണ്ടേ പറ്റും. അപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചാൽ നമുക്ക് കുഴപ്പങ്ങളുണ്ട്. ഇത് ചേർത്ത് നിൽക്കുക, ഇതിനോട് പാർട്ടേക്കർ ആയാൽ എന്താ പറ്റും? നമുക്കൊരു ഉദാഹരണം പറയാം. നമ്മുടെ പിള്ളേർ തന്നെ ഈ സെക്ഷുവലി, കാരണം അവരുടെ പ്രായം അതാണ്, 18 വയസ്സുള്ള പിള്ളേരുടെ ഈ ലൈംഗികമായിട്ടുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ച് വരുമ്പോൾ അവരതിനൊന്ന് പാർട്ടേക്കറായി കഴിഞ്ഞാൽ ഗ്രാജുവലി അവർ ഇതിൽ അടിമപ്പെട്ടു പോകും. അതുപോലെ തന്നെയാണ് പണത്തിൻ്റെ കാര്യം. നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെ വെച്ച് പണത്തിൻ്റെ ഡിസ്കഷൻ നിർത്തണമെന്ന്. പണത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ അധികം താമസിക്കാതെ വലിയൊരു പണക്കൊതിയന്മാരായി മാറും. അതുകൊണ്ടാണ് ഇത് ഡേഞ്ചറസ് ആകുന്നത്. ദൈവത്തിൻ്റെ വേർഡ് നമ്മളോട് കർശനമായിട്ടും പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ അവരുടെ കൂട്ടാളികൾ ആകരുത്. ഇനി 8ാമത്തെ വാക്യം, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു. ഇംഗ്ലീഷിൽ പറയുകയാണ്, ഫോർ യു ആർ ഫോർമർലി ഡാർക്ക്നെസ്. നിങ്ങൾ ഇരുട്ടിലായിരുന്നെന്നല്ല പറയുന്നത്, നിങ്ങൾ മൊത്തത്തിൽ യു ആർ ഡാർക്ക്നെസ്, യു ആർ ഫോർമർലി ഡാർക്ക്നെസ്, നിങ്ങൾ ഇരുളായിരുന്നു. ബട്ട് നൗ യു ആർ ലൈറ്റ് ഇൻ ദ ലോർഡ്. കർത്താവിൽ ഇന്ന് നിങ്ങൾ വെളിച്ചമുള്ളവരാണ്. അതുകൊണ്ട് വെളിച്ചത്തിൻ്റെ മക്കളെന്ന പോലെ നടക്കുക. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൻ്റെ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളി. ഇംഗ്ലീഷിൽ വരുമ്പോൾ നിങ്ങൾ ഇരുളായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ വെളിച്ചമാണ്. വാക്ക് ആസ് ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. വെളിച്ചം. അപ്പം നമുക്കറിയാം ഈ വെളിച്ചത്തെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 8:12 വായിക്കുന്നു. നമുക്ക് ആ വാക്യം ഒന്നെടുക്കാം. യോഹന്നാൻ 8:12 വചനം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു. 8:12 യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. അത് നമുക്കറിയാം, കർത്താവാണ് ലോകത്തിൻ്റെ വെളിച്ചം. ഇരുട്ട് നിറഞ്ഞ ലോകത്തിൽ
എല്ലാവരും ഇരുട്ടിലായിരുന്നു, എല്ലാവരും ഇരുളായിരുന്നു. ഇപ്പം നമ്മൾ വായിച്ചു യു വർ ഡാർക്ക്നെസ്, നിങ്ങൾ ഡാർക്ക്നെസ്സിൽ ആണു എന്ന് പറയുന്നതിനേക്കാൾ കുറച്ചുകൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള കാര്യം, നിങ്ങൾ അന്ധകാരം തന്നെയാണ്. ഇപ്പം കർത്താവ് ഇവിടെ വന്നപ്പോൾ കർത്താവ് വെളിച്ചമായിട്ട് ഇവിടെ വന്നു. ഇവിടെ പറയുന്നു, യേശു അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞു. നോക്കിയേ, നമ്മളോട് പറയുകയാണ്, കർത്താവ് പറഞ്ഞു കർത്താവ് മാത്രമാണ് വെളിച്ചം, പക്ഷേ എന്നെ അനുഗമിച്ചാൽ നിങ്ങൾ എന്തായി മാറും? നിങ്ങൾ ജീവൻ്റെ വെളിച്ചമായി മാറും. നമ്മൾ ഇതേ വാക്യം മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. 5-ാം അധ്യായത്തിൽ വരുമ്പം അവിടെയും 5-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ വരുമ്പം അവിടെ എന്താ പറയുന്നത്? കർത്താവ് പറയാണ്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. എന്നിട്ട് ആ വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണ്. 16-ാമത്തെ സെൻറ്റൻസിൽ പറയുന്നു, അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അപ്പോൾ ഇവിടെ എഫേസ്യ ലേഖനത്തിൽ നമ്മൾ വായിച്ചു, നിങ്ങൾ മുൻപേ ആരായിരുന്നു? യു ആർ ഡാർക്ക്നെസ്, നിങ്ങൾ അന്ധകാരമായിരുന്നു. എന്നാൽ ക്രിസ്തുവേശുവിൽ വന്ന് കർത്താവിനെ അനുഗമിക്കാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾ ജീവൻ്റെ വെളിച്ചമായി തീർന്നു. എന്നിട്ട് ആ വെളിച്ചം, ഇപ്പോൾ കർത്താവ് വേറെടുത്ത് പറയുന്നത്, ഞാൻ ലോകത്തിലുള്ളിടത്തോളം കാലം ഞാനാകുന്നു ലോകത്തിൻ്റെ വെളിച്ചം, ഞാൻ പോയി കഴിഞ്ഞിട്ട് നിങ്ങളാണ് വെളിച്ചം. നിങ്ങളുടെ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് വെളിച്ചം, ലോകത്തിലെ വെളിച്ചം, സൽപ്രവൃത്തി കണ്ട് ആ വെളിച്ചം എന്ത് ചെയ്യണം? ആളുകൾ അത് കാണിച്ചു കൊടുക്കുക, വെളിച്ചം കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേർഡ് പറയുന്നത്. അത് ആ ഇരുട്ടിൽ വെളിച്ചം കാണിക്കുക. അപ്പോൾ കർത്താവ് ഈ ഭൂമിയിൽ ഇരുട്ടായിരുന്നിടത്ത് കർത്താവ് വെളിച്ചമായിട്ട് വന്നു. കർത്താവ് വെളിച്ചമായിട്ട് വന്നെങ്കിൽ ഇന്ന് കർത്താവിനെ അനുഗമിക്കുന്ന നമ്മളിൽ നിന്നും അത് തന്നെയാണ് നമ്മുടെ ജീവിതം കൊണ്ട്. ഇപ്പം നമ്മളിപ്പോൾ 5-ാം അധ്യായത്തിൽ വായിച്ചു, നിങ്ങളുടെ വെളിച്ചം അങ്ങനെ പ്രകാശിക്കട്ടെ, സോ ദാറ്റ് നിങ്ങളുടെ സൽപ്രവൃത്തി കണ്ട് ഓരോരുത്തരും കർത്താവിനെ മഹത്വപ്പെടുത്തട്ടെ. ഇപ്പോൾ ഇവിടെയും അങ്ങനെയാണ് പറഞ്ഞത്, നിങ്ങൾ മുമ്പേ ഇരുട്ടിലുള്ളവരായിരുന്നു, എന്നാൽ ഇപ്പോൾ കർത്താവിൽ നൗ യു ആർ ദ ലൈറ്റ് ഇൻ ദ ലോർഡ് ആൻഡ് വാക്ക് ആസ് ദ ചിൽഡ്രൻ ഓഫ് ലൈറ്റ്. നിങ്ങൾ വെളിച്ചത്തിൻ്റെ മക്കൾ എന്ന പോലെ നടക്കുക. എന്നിട്ട് കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ ഉള്ളവരായി നടന്നുകൊള്ളുവീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രൈയിങ് ടു ലേൺ വാട്ട് ഈസ് പ്ലീസിങ് ടു ദ ലോർഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പേ ഇവിടെ ഇംഗ്ലീഷിൽ ഫോർ ദ ഫ്രൂട്ട് ഓഫ് ദ ലൈറ്റ് കൺസിസ്റ്റ് ഇൻ ഓൾ ഗുഡ്നെസ്, റൈച്ചസ്നെസ് ആൻഡ് ട്രൂത്ത്. സകല സൽഗുണവും, 10-ാം വാക്യത്തിലാണ് മലയാളത്തിൽ എഴുതിയേക്കുന്നത്, സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. ഈ വെളിച്ചമാകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് നമ്മുടെ ലൈഫാണ്. നമ്മൾ കർത്താവിൽ ജീവിക്കുമ്പോൾ അവിടെ സകല സൽഗുണവും, എല്ലാ ഗുഡ്നെസ്സും, എല്ലാ നന്മയും, എല്ലാ നീതിയിലും, എല്ലാ സത്യത്തിലും നമ്മൾ ജീവിക്കുമ്പോൾ ഈ ജീവിതം കാണുന്നവരുണ്ട്. ഈ ജീവിതം കാണുന്നവർ അന്ധകാരത്തിൽ ഇരിക്കുക. അവർക്ക് അവരുടെ കുറവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ കൂട്ടുകാർ, നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു അവിശ്വാസികളാണ്. അവർ പറയുന്ന ഡേർട്ടി ജോക്സിൻ്റെ മുമ്പിൽ നമ്മൾ മിണ്ടാതെ അവർ പ്രതീക്ഷിക്കുമല്ലോ. ഡെഫിനറ്റ്ലി ജോക്സ് പറയുന്നവരെല്ലാവരും എല്ലാവരെയും ചിരിപ്പിക്കാനാണ്. നമ്മൾ ചിരിക്കാതെ ഇരിക്കുകയും നമ്മൾ അതിനോട് നിസ്സഹകരണം കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരു ചിന്ത വരും, ഇതെന്താണ്? അതൊരു വെളിച്ചമാണ് അവരുടെ മുമ്പിൽ. എന്തോ സംതിങ് റോങ് ഉണ്ട്, അതായിരിക്കാം ആ വ്യക്തി അതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. നമുക്ക് താഴോട്ട് വരുമ്പോൾ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ വായിക്കുകയാണ്, നിങ്ങൾ കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുകയും. ഈ വെളിച്ചത്തിൽ നമ്മൾ നടക്കുക എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഉണ്ടാവേണ്ട ഒരു ചിന്ത എന്താണ്? എങ്ങനെയാണ് കർത്താവിനെ പ്രസാദിപ്പിച്ച് എനിക്ക് ജീവിക്കാൻ സാധിക്കും? നമ്മുടെ ഓരോ ഡെയിലി സിറ്റുവേഷൻസ് എടുത്ത് നോക്ക്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇത് ദൈവത്തിന് പ്രസാദകരമാണോ? ഞാനൊരു കൂട്ടുകെട്ടിലിരുന്ന് ഇരിക്കുമ്പോൾ ഇത് കർത്താവിന് പ്രസാദകരമാണോ? ഞാനൊരു
ഈ ഒരു കാര്യത്തിനോട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കാര്യം കർത്താവിന് പ്രസാദകരമാണ്. ഞാൻ ഇതുപോലെ സംസാരിക്കുന്നത് കർത്താവിന് ഇഷ്ടമുള്ളതാണ്. ഞാൻ ഇങ്ങനത്തെ ഇടപാട് നടത്തുന്ന സാമ്പത്തിക ഇടപാട് ഇത് കർത്താവിന് പ്രസാദകരം. ഇത് നോക്കി, ഇത് നമ്മുടെ ലൈഫിൽ എപ്പോഴും ഇതൊരു ചോദ്യമായി നമ്മൾ ആ കർത്താവിനെ പ്രസാദിപ്പിച്ച് എനിക്ക് ജീവിക്കണം. ഓരോ കാര്യത്തിലും എത്ര വണ്ടർഫുൾ ആയിരിക്കും എന്നറിയാമോ? അതാണ് ആ വെളിച്ചം. ഈ വെളിച്ചം എല്ലാ നന്മയിലും, അതാ വെളിച്ചമെന്ന് പറയുമ്പോൾ വെളിച്ചത്തിൻ്റെ ഫലം എന്താണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാ നന്മയും, എല്ലാ നീതിയും, എല്ലാ സത്യവും. ഫോർ ദ ഫ്രൂട്ട് ഓഫ് ലൈറ്റ് കൺസിസ്റ്റ് ഇൻ ഓൾ ഗുഡ്നെസ്, ഓൾ റൈച്ചസ്നെസ് ആൻഡ് ട്രൂത്ത്സ്, ട്രൈയിങ് ടു ലേൺ വാട്ട് ഈസ് പ്ലീസിങ് ടു ദ ലോർഡ്. കർത്താവിന് പ്രസാദകരമായിട്ട് ഉള്ളത് എന്താണെന്ന് പഠിക്കുക. എന്നിട്ട് നമുക്ക് 11ാമത്തെ വാക്യത്തിൽ, ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവൃത്തികളിൽ കൂട്ടാളികൾ ആകരുത്, അവയെ ശ്വാസിക്കുകയത്രേ വേണ്ടത്. ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്, ബട്ട് ഇൻസ്റ്റെഡ് ഈവൻ എക്സ്പോസ് ദം. അതിനെ എന്ത് ചെയ്യുക? മലയാളത്തിൽ വായിക്കുമ്പോൾ ആ തർജ്ജിമ വലിയ പ്രശ്നമാണ്. അവയെ ശാസിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ എന്താ? ഇംഗ്ലീഷിൽ നമുക്ക് വായിക്കാം, ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്. അപ്പം അന്ധകാരത്തിൽ നമ്മൾ പണ്ട് അനുസരണക്കെട്ടവരുടെ നടന്നപ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിച്ചു. നമുക്ക് എല്ലാ തെറ്റുകളിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന നമ്മൾ കർത്താവിൻ്റെ വെളിച്ചമായപ്പോൾ, ജീവൻ്റെ വെളിച്ചമായി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ജീവിത രീതി വന്നു. ഈ ജീവിത രീതിയിൽ എന്തോ സംഭവിക്കുന്നത്? ഇംഗ്ലീഷിൽ പറയുകയാണ്, ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ്. അപ്പം നമ്മളായിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ പല പ്രവർത്തികളുടെ മുമ്പിൽ നമ്മൾ വെളിച്ചമാകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇരുട്ടിലിരിക്കുന്നവർ, കർത്താവ് വന്നപ്പോൾ ഇരുട്ടിലിരുന്നവർ വലിയൊരു പ്രകാശം കണ്ടു. സോ അവരുടെ ഡാർക്ക്നെസ്സാണ് എക്സ്പോസ്ഡ് ആകുന്നത്. ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. നോക്കിക്കേ, കർത്താവ് പത്രോസിനെ കണ്ടുമുട്ടിയ കാര്യത്തിലേക്ക് നമുക്ക് നോക്കാം. അവർ മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പത്രോസിന് കർത്താവിനെ അറിയാം, പക്ഷേ കർത്താവ് നേരിട്ട് ഒന്നും സംസാരിച്ചിട്ടില്ല. അവിടെ ആ മീൻ പിടിക്കുന്ന കണ്ടപ്പം, പിടിച്ച് എല്ലാം കണ്ട് അന്ന് മീൻകൂട്ടം ഒന്നും കിട്ടാതെ വന്നപ്പം കർത്താവ് അങ്ങോട്ട് കയറി ചോദിക്കുകയാണ്, ഇന്നടുത്ത്. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ മീൻ പിടിക്കാതെ ഒന്നും കിട്ടിയില്ല, എന്നാൽ ഇനി ഇന്നടത്തേക്ക് വല വീശാൻ പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, നിൻ്റെ വാക്ക് ഹേതുവായിട്ട്. ഇതെല്ലാം നമുക്കറിയാം. പെരുത്ത മീൻകൂട്ടം വന്നു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിൻ്റെ റിയാക്ഷൻ എന്താണ്? പത്രോസ് പറയുകയാണ്, കർത്താവെ, അവിടുന്ന് ഞങ്ങളെ വിട്ട് പോകണം, ഞാൻ അശുദ്ധനാണ്, ഐ ആം എ സിന്നർ. ഓക്കെ, കർത്താവ് കുറ്റപ്പെടുത്തിയ നമ്മളവിടെ മനസ്സിലാക്കണം. വലിയ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. കർത്താവ് അവിടെ ചെന്നിട്ട്, പത്രോസേ, നിൻ്റെ ജീവിത രീതിയെല്ലാം മോശമാണ്, നിൻ്റെ വർത്തമാനങ്ങൾ മോശമാണ്, നീ വൃത്തികെട്ട രീതിയിലാണ് ജീവിക്കുന്നത്. ഒന്നും മിണ്ടിയില്ല. വെളിച്ചമാകുന്ന കർത്താവ് എന്ത് ചെയ്തു? ഇരുട്ടത്തിരുന്നവന് പ്രകാശം കൊടുത്തപ്പം അത് എക്സ്പോസ്ഡ് ആവുക. അത് തന്നെയല്ലേ നമ്മളിപ്പോൾ നമ്മുടെ മുറിക്കകത്ത് നമ്മൾ വെട്ടമൊന്നും ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. നമ്മളൊരു ടോർച്ചോ അല്ലെങ്കിൽ ഒരു അനക്കം കണ്ടു, ഒരു മൂലയിൽ ഒരു അനക്കം കണ്ടു, ലൈറ്റും ഇല്ല. നമ്മളൊരു ടോർച്ചോ എടുത്ത് തപ്പി നോക്കുമ്പോൾ ആയിരിക്കാം ഒരു പാമ്പ് ഒരു മൂലയിലിരിക്കുക. അപ്പം ശരിക്കും ഈ വെളിച്ചം കാണിക്കുമ്പോൾ ദാറ്റ് ഗെറ്റ് എക്സ്പോസ്ഡ്. അതാണ് ഇതിൻ്റെ മീനിങ്. അല്ലാതെ ഈ മലയാളത്തിൽ പറയുന്ന തർജ്ജിമ വരുമ്പോൾ ശാസിക്കാനാണ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത, ഇപ്പോൾ അനീതി കാണിക്കുന്നവൻ്റെ ഒക്കെ കാര്യത്തിൽ കയറി ഇടപെട്ട് അവിടെ ചെന്ന് അവനുമായിട്ട് വഴക്കുണ്ടാക്കാനോ അവനെ തിരുത്താനോ, നമുക്ക് ആ ഒരു മിനിസ്ട്രി ഒന്നും അല്ല ദൈവം നമുക്ക് തന്നേക്കുന്നത്. അങ്ങനൊന്നും ഇതിനെ തെറ്റായിട്ട് വ്യാഖ്യാനിക്കരുത്. നമ്മുടെ ജീവിതമാണ് വെളിച്ചമായി അവൻ്റെ മുമ്പിൽ വരുമ്പോൾ അവന് മനസ്സിലാവണം എന്തുകൊണ്ട് ഇയാൾ മാത്രം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഞങ്ങൾ സാമ്പത്തിക സംസാരിക്കും, ഇവൻ മാത്രം മിണ്ടാതിരിക്കുന്ന എന്താണ്? ഇവനൊരു വ്യത്യാസമുണ്ടല്ലോ. ഞങ്ങൾ പൊട്ടച്ചൊല്ലും കളിവാക്കും പറയുമ്പോൾ ഇവൻ മാത്രം എന്താ അസോസിയേറ്റ് ചെയ്യാത്തത്? ഞങ്ങൾ മദ്യപിക്കുമ്പോൾ ഇവൻ മാത്രം എന്താണ് ഞങ്ങളുടെ കൂട്ടത്തിൽ വരാത്തത്? അല്ലേ? നോക്കി, ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ വരുമ്പോൾ ആ വെളിച്ചമാണ്
അവനായിരിക്കുന്ന ഡാർക്ക്നെസ്സിനെ എക്സ്പോസ് ചെയ്യുകയാണ് അവൻ്റെ മുമ്പിൽ. ദാറ്റ്സ് ദ മീനിങ് ഓഫ് ദിസ്. ഇതിനെ അങ്ങനെയാണ് കാണേണ്ടത്. ഇപ്പോൾ ഡു നോട്ട് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ അൺഫ്രൂട്ട്ഫുൾ ഡീഡ്സ് ഓഫ് ഡാർക്ക്നെസ് ബട്ട് ഇൻസ്റ്റഡ് ഈവൻ എക്സ്പോസ് ദ. അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ അവിടെ ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞു ബാലൻസിനെ കുറിച്ച്. എന്താണ് നമ്മൾ ഇതിനോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാതിരുന്നാൽ മാത്രം പോരാ, അല്ലെങ്കിൽ നമ്മൾ ഈ പാപ സ്വഭാവത്തിൽ നിന്ന് വിട്ടു നിന്നാൽ മാത്രം പോരാ, പിന്നെ എന്തുകൂടെ ചെയ്യണം? ഇതിനെ വെളിച്ചത്ത് കൊണ്ടുവരണം. വെളിച്ചത്ത് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്? നമ്മൾ പ്രകാശം വീശുമ്പോഴാണ് അവൻ്റെ അന്ധകാരം വെളിവാകുന്നതും അവനത് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നോക്കിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഓരോ കാര്യത്തിനും കർത്താവിന് പ്രസാദമുള്ളത് മാത്രം ചെയ്തു വരുമ്പോൾ ഒരുപാട് പേര് നമ്മളെ വാച്ച് ചെയ്യും. ഇനി ഞാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. സക്കായിയുടെ കാര്യം. സക്കായിയെ കാണാൻ വേണ്ടി കർത്താവ് വരുന്നു. കർത്താവ് മേളിൽ ഇരിക്കുന്ന സക്കായിയോട് പറഞ്ഞ് ഇറങ്ങി വരാൻ പറഞ്ഞു. നമ്മളവിടെ എവിടെയെങ്കിലും സക്കായിയെ കർത്താവ് കുറ്റപ്പെടുത്തുന്നുണ്ടോ? നീ ഇന്ന തെറ്റ് ചെയ്തു, നീ അനാവശ്യമായിട്ട് കാശ് പിരിച്ചു, ഇതൊന്നും ശരിയായ കാര്യമല്ല, ഇന്ന നിയമപ്രകാരം ലേവ്യ പുസ്തകം ഇന്ന അധ്യായം ഇന്ന പ്രകാരം നീ ചെയ്യുന്ന തെറ്റാണെന്നൊന്നും പറയുന്നില്ല. കർത്താവ് വിളിച്ചപ്പം തൻ്റെ തെറ്റിനെ തനിക്ക് മനസ്സിലായി. അതാണ് ആ വെളിച്ചത്തിൻ്റെ ഇമ്പാക്റ്റ്. ഈസ് ലൈഫ്, തൻ്റെ ജീവിതമാണ് തൻ്റെ ഇരുട്ടിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നത്. നോക്കിക്കേ, നമ്മൾ ചേർച്ചായിട്ട് ഇങ്ങനെ ഒന്ന് ജീവിച്ചു തുടങ്ങിയാൽ നമുക്ക് ദൈവത്തിൻ്റെ വേർഡിൽ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റും, ഒരുപാട് പേര് കർത്താവിൽ ആകർഷിക്കപ്പെടാത്തതിൻ്റെ നമ്മുടെ ജീവിതം ആകർഷണമല്ലാത്തത് കൊണ്ടാണ് ആളുകൾ കർത്താവിലേക്ക് വരാത്തത്. നമ്മൾ മറ്റു സഭക്കാരെ ഒന്നും കുറ്റപ്പെടുത്തണ്ട, നമ്മുടെ ജീവിത രീതി ഒന്ന് മാറ്റി നോക്ക്. നമ്മുടെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അവിശ്വാസിയായ ഭർത്താക്കന്മാർ വരാത്തതിൻ്റെ റീസൺ എന്താണ്? ബൈബിള് പറയുന്നത് ഭാര്യമാരുടെ നല്ല നടപ്പ് കണ്ടിട്ട് വരണമെന്നാണ്. തിരിച്ചും സംഭവിക്കാം. ഭർത്താക്കന്മാർ വിശ്വാസത്തിൽ വന്ന് കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടാത്തതിൻ്റെ കാരണം എന്താണ്? പേരൻസ് അവരുടെ മുമ്പിൽ മാതൃകയല്ല. നോക്കിക്കേ, കർത്താവിന് പ്രസാദകരമായിട്ട് ജീവിക്കുവാണെങ്കിൽ അത് ആകർഷണമുള്ളതാകും. അത് ഇരുട്ടിൻ്റെ മുമ്പിൽ പ്രകാശിച്ച് ആ ഇരുട്ടിലിരിക്കുന്ന മനുഷ്യർക്ക് കുറ്റബോധമുണ്ടാകും. നമുക്ക് ആ സക്കായി എന്താ പറയുക? സക്കായി അങ്ങോട്ട് കയറിയാണ് പറയുന്നത്, ഞാൻ കളവായി ചെയ്തത്. നോക്കിക്കേ, എന്തോ ഒരു വാക്ക് കൊണ്ട് പോലും കർത്താവ് തൻ്റെ തെറ്റിനെ അങ്ങോട്ട് ചൂണ്ടിക്കാണിച്ചില്ല. സക്കായിക്ക് ബോധ്യമുണ്ടാകുകയാണ്. ഇതാണ് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. മറ്റേത് നമുക്ക് ഈ കുറ്റപ്പെടുത്താൻ ഭയങ്കര എളുപ്പമാണ്. ഒരാളുടെ കുറവ് പോയി ചെന്നിട്ട് പറയാൻ വളരെ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതം കണ്ടു വരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ ഗൂഢമായി ചെയ്യുന്നത് പറയുവാൻ പോലും ലജ്ജയാകുന്നു. സോ പോൾ പറയുകയാണ്, അവർ പറയുന്ന കാര്യങ്ങൾ, അപ്പോൾ അവർ ചെയ്യുന്ന ഒരുപാട് പാപപ്രവൃത്തികൾ ഡിസ്കസ് ചെയ്യാൻ ലജ്ജയാകുന്നു. നമ്മൾ വിശ്വാസികൾക്ക് ഈ ലജ്ജ ഉണ്ടാവണം. നമ്മൾ പലപ്പോഴും ചെയ്യത്തില്ലായിരിക്കാം, പക്ഷെ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കണം. സെക്ഷുവലായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഈ ദ്രവ്യാഗ്രഹം, ഇതിലൊക്കെ നമ്മുടെ മനസ്സ് ത്രസിക്കുന്നെങ്കിൽ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ വാർണിംഗ്. ഇത് എംപ്റ്റി വേർഡ്സ് കൊണ്ട് ആളുകൾ ന്യൂട്രലൈസ് ചെയ്യും. ഇതൊന്നും കുഴപ്പമില്ല. ഡോണ്ട് ട്രസ്റ്റ് ഇൻ ദോസ് ലൈങ് വേർഡ്സ്. ആ ഫോഷ്ക് വാക്കുകളിൽ വിശ്വസിക്കരുതെന്നാണ് കർത്താവിൻ്റെ വേർഡ് പറയുന്നത്. അവയെ ശാസിക്കുമ്പോഴോ സകലത്തെയും കുറിച്ച് വെളിച്ചത്താൽ ബോധം വരുന്നതെല്ലാം വെളിച്ചം പോലെ തെളിവല്ലോ. നോക്കിക്കേ, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ കാര്യം തന്നെ. ബട്ട് all things become visible when they are exposed by the light, for everything that becomes visible is light. അപ്പം ഈ ഓരോ മനുഷ്യൻ്റെയും തെറ്റുകൾ എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? നമ്മുടെ ജീവിതം കണ്ടിട്ടാണ്. നമ്മുടെ വെളിച്ചം ഇരുട്ടിലിരിക്കുന്നവർക്കൊരു പ്രകാശമാകണം. സോ ദാറ്റ് അവർ കൺവിക്റ്റഡ് ആകണം. അവർ കൺവിക്റ്റഡ് ആകും. ഡെഫിനറ്റ്ലി നമ്മൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന രീതിയിൽ ഓരോ ഏരിയാസിലും നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോൾ ആളുകളുടെ ഉള്ളിൽ മാനസാന്തരം ഉണ്ടാകും. അവരുടെ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് അവർക്ക് ബോധമുണ്ടാകും. അവർക്ക് കുറ്റബോധമുണ്ടാകും, പാപബോധമുണ്ടാകും. അങ്ങനെയാണ് അവർ ചോദിക്കുന്നത്, ഞങ്ങളും ഇതിന് രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം?
അപ്പം നമുക്ക് അവരോട് പറയാം, മാനസാന്തരപ്പെട്ട് കർത്താവിൽ വിശ്വസിക്കുക, അല്ലേ? എന്നാൽ നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും യേശുവിനെ കർത്താവെന്ന് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നീ രക്ഷിക്കപ്പെടും. ഈ ദൂത് അപ്പോഴാണ് സംസാരിക്കപ്പെടേണ്ടത്. ഇന്നത്തെ ക്രിസ്ത്യൻ ഗ്ലോബിലുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം, ചാലഞ്ച് എന്ന് പറയുന്നത് ജീവിതമില്ല, വെളിച്ചമില്ല. വെളിച്ചമില്ലാതെ കുറേ തിയറീസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, കുറേ ബൈബിൾ വാക്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാലൊന്നും ആളുകൾ രക്ഷിക്കപ്പെടുകയില്ല. നമ്മുടെ ജീവിതമാണ് ലൈറ്റ്. കർത്താവ് പറഞ്ഞ ഓർക്ക്, നിങ്ങൾ വെളിച്ചമാകുന്നു, ആ വെളിച്ചം അത്ര കണ്ട് പ്രകാശിക്കട്ടെ, അത്ര കണ്ട് പ്രകാശിക്കണം. നമുക്ക് താഴോട്ട് വായിക്കാം. ഇതുകൊണ്ട്, ഈ ഒരു കാരണം കൊണ്ട് 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ വായിച്ച അതേ രീതിയിൽ ഉള്ള വാക്കാണ്. അതുകൊണ്ട് ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കുമെന്ന് ചൊല്ലുന്നു. Arise, awake sleeper, and arise from the dead, and Christ will shine on you. ഇതാണ് ക്രിസ്തു നമ്മളിൽ ഷൈൻ ചെയ്യുമ്പോഴാണ്, കർത്താവിൻ്റെ വെളിച്ചമാണ് നമ്മളിൽ നിന്ന് റിഫ്ലക്റ്റ് ചെയ്താണ് മറ്റുള്ളവർ അത് കാണുവാനായിട്ട് സാധിക്കുന്നത്. മുമ്പേ വായിച്ചു, ട്രൈ ടു ലേൺ വാട്ട് ഈസ് പ്ലീസിങ് ടു ദ ലോർഡ്. കർത്താവിന് പ്രസാദകരമായിട്ടുള്ള എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ട്രൈ ടു പ്ലീസ് ദ ലോർഡ്, അല്ലേ? ട്രൈ ടു ലേൺ ഹൗ ടു പ്ലീസ് ദ ലോർഡ്. അപ്പോൾ നമ്മുടെ ഡെയിലി സിറ്റുവേഷൻസിൽ കർത്താവിനെ എങ്ങനെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കും? നമുക്ക് പൗലോസിൻ്റെ ആ വാക്യം പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. പൗലോസ് കൊരിന്ത്യർ സഭയിലും എഴുതിയപ്പോൾ പറയുന്നു, എനിക്ക് ഇവിടെ ആയാലും അവിടെ ആയാലും ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ, കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആ ഒരു തീരുമാനത്തോടുകൂടി ജീവിക്കാമെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ പ്രകാശമായി ഇരിക്കുകയും ഒരുപാട് പേര് ഇത് അട്രാക്റ്റീവായി തീരും, ഇത് ആകർഷണമായി തീരും. നമ്മുടെ വിശ്വാസങ്ങൾ ആകർഷണമായി തീരുന്ന അനേകർക്ക് ഇതൊരു അനുഗ്രഹമായി തീരും. അത് നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം.